വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കോമേഴ്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ തയ്യാറെടുപ്പ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയാണ്. അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിച്ചു തുടങ്ങാം. റിസർച്ച് മെത്തഡോളജി ആകുമ്പം എല്ലാവർക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് റിസർച്ച് മെത്തഡോളജി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ നിങ്ങൾ കാണുക. HSST കോമേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് റിസർച്ച് മെത്തഡോളജി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Firstly, we can see the meaning and definition of research. What is research? Research is composed of two words, re and search, which means to search again. In simple words, research means purposeful search for knowledge. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പർപ്പസ്ഫുള്ളി സെർച്ച് ചെയ്യുക, ഇൻഫോർമേഷൻസ് നമ്മൾ സെർച്ച് ചെയ്യുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുന്നത് ഈ റിസർച്ചിലൂടെയാണ്. ഒരു റിസർച്ചിലൂടെ നമുക്ക് പല കാര്യങ്ങളുടെയും പ്രോബ്ലംസ് നമുക്ക് എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിൻ്റെ സൊല്യൂഷൻസിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടും നമുക്ക് സാധിക്കും. സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. It is an endeavor to discover answers to practical or intellectual problems through the application of scientific methods. നമ്മളതിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. It is a systematic enquiry seeking facts through objective, verifiable methods, and it refers to the systematic method consisting of the problems formulation, hypothesis, collecting data, and reaching സ്യൂട്ടബിൾ കൺക്ലൂഷൻസ്. നമ്മൾ കൺക്ലൂഷൻസിൽ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റിഗേഷൻ, റെക്കോർഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് വേരിയസ് എവിഡൻസസ്. നമ്മളൊരു പർപ്പസ്ഫുള്ളി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നോളജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. ഫസ്റ്റ്ലി, റിസർച്ച് മീൻസ് ദ ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് ഓർ ദ വെരിഫിക്കേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് നോളജ്. നമ്മളൊരു പുതിയ നോളജ് ഒരു ഡിസ്കവറി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നോളജ് നമ്മൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യുന്നു. പിന്നെ ഇറ്റ് ഈസ് എസെൻഷ്യലി എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ, അത് നമ്മൾ പറഞ്ഞു. Research is highly purposeful. It is related with solution of a problem or formulation of a theory. നമ്മൾ ഒന്നുകിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫോർമുലേഷൻ, ഒരു തിയറി ഫോം ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. റിസർച്ച് യൂസസ് സയൻറ്റിഫിക് മെത്തേഡ്സ്. നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടി സയൻറ്റിഫിക് മെത്തേഡ്സ്, ക്ലാസിഫിക്കേഷൻ, അനാലിസിസ് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ, സർവേ ആൻഡ് അതർ എവിഡൻസസ്. നമ്മൾ ഒബ്സർവ് ചെയ്യാനും അതുപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും സർവേ കണ്ടക്ട് ചെയ്യാനും ഒക്കെ നമ്മൾ റിസർച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡിമാൻഡ്സ് എക്യുറേറ്റ് ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻറ്റേഷൻ. ജനറലി ദ റിസർച്ചർ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ് ഫോർ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ്. അതായത് അൺസോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമുക്ക് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഇറ്റ് റിക്വയേഴ്സ് എക്സ്പെർട്ടൈസ് ഇൻ റിസർച്ച് മെത്തഡോളജി. അതായത് റിസർച്ച് മെത്തഡോളജിയെക്കുറിച്ച് ഉള്ള ഒരു നല്ല എക്സ്പെർട്ടൈസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. നമുക്കത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കോമേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ആശംസകൾ നേരുന്നു. ഒപ്പം നമ്മുടെ ഓരോ വീഡിയോയും വളരെ ശ്രദ്ധാപൂർവം തന്നെ എല്ലാവരും കാണുക. ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കോമേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ആശംസകൾ നേരുന്നു. ഒപ്പം നമ്മുടെ ഓരോ വീഡിയോയും വളരെ ശ്രദ്ധാപൂർവം തന്നെ എല്ലാവരും കാണുക. ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്